നോക്കുന്നുണ്ടല്ലോ, എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും വിമർശിക്കണം, ഇഷ്ടം തോന്നിയാൽ അംഗീകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ താജുക്ക് നമ്പർ തരുമോ, പിന്നെ വാട്സപ്പിൽ വിളിച്ച് ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അവരെ കുടുംബത്തിലെ ഏറ്റവും ഒരു അതിഥിയായി ഞാൻ. അങ്ങനെയൊക്കെ ആദ്യം. പിന്നെ വേറെ അപ്പോൾ താജുദ്ദീൻ വടകരനെ അടുത്ത് ബന്ധപ്പെടാൻ ബാഡ് കമന്റ് ചെയ്യൂ എന്നൊരു സന്ദേശം ഇതിൽ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെ ചില പഴയ ആൾക്കാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. വെണ്ണീറാണെന്ന് കരുതി 2 കൈ കൊണ്ട് പെട്ടെന്ന് വെണ്ണീർ വാരി എടുക്കരുത്. ചിലപ്പോൾ വെണ്ണീറിൻ്റെ അടിയിൽ തീ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ചില ആൾക്കാർ നമ്മളെ ഫ്രെയിം, നമ്മളെ ഈ കോലം രൂപം, നമ്മളെ ആൽബങ്ങളൊക്കെ കണ്ടിട്ട് അവരെ മനസ്സിൽ അവരായിട്ടൊരു ഫ്രെയിമിൽ നമ്മളൊരു ക്യാരക്ടർ ഇന്നതായിരിക്കും എന്ന് കരുതിയിട്ട് അവർ ധാരണയാണ്. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും, അത് തലമുതിർന്ന ആൾക്കാരായിക്കോട്ടെ, എൻ്റെ സമപ്രായക്കാരായിക്കോട്ടെ, കുട്ടികൾ, ചെറിയ മക്കളായിക്കോട്ടെ, എൻ്റെ അടുത്ത് പറയാറുണ്ട്, അതൊക്കെ സോറി, ഇങ്ങനെയുള്ള ഒരാളാണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു തെറ്റല്ലല്ലോ. നിങ്ങൾ എന്നെ അറിയാതെ വീക്ഷിച്ചതല്ലേ, എന്നെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അംഗീകരിച്ചോ, സൗഹൃദമായിക്കോ, ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ ചിലത് നമ്മളെ എന്താ പറയുക, ഇറച്ചിയോട് തട്ടിപ്പോകുന്ന ചില കമൻസുകൾ, അത് ഞാൻ അതിൽ പ്രതികരിക്കില്ല. അത് എൻ്റെ പ്രതികരണം അവരെ പ്രാണം പോകുന്നത് വരെ അവരറിയില്ല. ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ലേ, കുറച്ച് മുമ്പ് അതൊക്കെ മണ്ടത്തരാണെന്ന് പിന്നെ തോന്നി. എന്തിനായത്, അതിൻ്റെ ആവശ്യം എന്താ? അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ, അല്ലെ നമ്മളെ വിമർശിക്കാനാണെങ്കിലും നമ്മളെ വീക്ഷിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും പടച്ചോൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരുമായിട്ടും കഴിവിൻ്റെ പരമാവധി നമ്മളെന്തിനാണ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മളെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്, അതാരെങ്കിലും ഇങ്ങോട്ട് കമൻറ്റോ ലൈക്കോ ചെയ്താൽ കഴിവിൻ്റെ പരമാവധി ഞാൻ അവരെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ആ പേജിലോ തിരിച്ച് മൈൻഡ് ചെയ്യാറുണ്ട്. എനിക്കത് ആദ്യം അങ്ങനെ ഒരു മര്യാദ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അവർ ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, അതൊന്നും ഞാൻ അധികം നോക്കാറില്ല. പിന്നെ ഈ ലൈക്കും കമൻറ്റും എന്നുള്ളത് നോക്കാമെന്നുള്ളത്, അത് ആര് ചെയ്ത് അവരുടെ പേര് ബയോഡാറ്റ ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കില്ല. കാരണം ചിലപ്പോൾ അറിയുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ അറിയാത്ത ആൾക്കാരായിരിക്കും. അവരുമായിട്ട് പിന്നെ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കും സങ്കടമായിരിക്കും, എനിക്കും സങ്കടം. അപ്പോൾ